ദേ അത് കണ്ട എന്ത്? ദേ ആ പെണ്ണിന്റെ ടേബിളിലേക്ക് നോക്ക്. പക്ഷെ അവനതറിയില്ലായിരുന്നു. ഇവനെ പറ്റി വന്നപ്പോ കയറി കൊത്തിയതാ. മിക്കവാറും ആ പെണ്ണ് അവനെ കൊണ്ട് പോവും. ഛേ, നാണം കെട്ടവൻ. അയ്യോ ഓ. കഷ്ടം. ഡേ സാറെവിടെ ഇത്ര വന്നില്ലേ? വരാന്ന് പറഞ്ഞ സമയത്ത് വരാത്തതാണല്ലോ മെയിൻ പ്രശ്നം. പറു അവള് നിന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അവൾ 24 മണിക്കൂർ ആ ചെക്കനായിട്ട് സല്ലാപമാണല്ലോ. ഇന്ന് രണ്ടുപേരും കൂടി വഴക്കിട്ട് കാണും, അതായിരിക്കും ഒന്ന് വരാത്തത്. ദേ ടോണി അത് കണ്ട. ഇവൻ എന്റെ ശിഷ്യൻ തന്നെയാ. ശ്രേയം പണ്ടത്തേനേക്കാൾ സ്മാർട്ട് ആയിട്ടുണ്ട്. ആണോ? ആ ആനന്ദ് ചുമ്മാ പറയല്ലേ. ആ, സത്യം. കല്ലായിൽ എന്റെ അമ്മാവനാണ് സത്യം. ആനന്ദേ നല്ല കിണി. അല്ല ടോണി, സാധാരണ നീയാണല്ലോ ഇങ്ങനത്തെ കാര്യത്തിൽ ചാടി പുറപ്പെടാറുള്ളത്. ഇന്നെന്ത് പറ്റി? മടുത്തു പോയോ അത് റിട്ടയർ ചെയ്തോ? ഹനുവിന്റെ ഹാങ് ഓവർ ആയിരിക്കും അല്ലേ? പോടാ. ഡാ ടോണി, അവളായിട്ട് നടക്കാൻ നീ എന്തെങ്കിലുമൊക്കെ ഒരു വഴി എന്നോട് പറഞ്ഞാടാ. ആ, ഒരു സെക്കൻഡേ. റോയിച്ചൻ. ആ റോയിച്ച, നീ എവിടെടാ? ഞാനിവിടെ കോഫി ഷോപ്പിൽ. ഓഫീസിൽ പോയില്ലേ? ഇല്ല, ഞാനത് ചെറുതായിട്ടൊന്ന് റിസൈൻ ചെയ്ത പോലെ. ഓഹോ, അപ്പൊ അതും വിട്ടോ. ശരി, വരട്ടെ, നമുക്ക് സംസാരിക്കാം. അവിടെ ആരൊക്കെയുണ്ട് ഇപ്പോ? ഇവിടെ ഇപ്പോൾ പാറു, ആനന്ദ്, സുനിൽ, പിന്നെ ടോണി. അല്ല ഞാനും. ആ, അത്യാവശ്യം തിരക്കൊക്കെ കഴിഞ്ഞില്ലേ? ഇനി സുനിൽ കോഫി ഷോപ്പ് നോക്കിക്കോളും. നിങ്ങൾ മൂന്നാളും വീട്ടിലേക്ക് പോവാ. ആ ഓക്കെ. സുനിലെ കോഫി ഷോപ്പ് ഏൽപ്പിച്ചിട്ട് നമ്മളോട് 3 പേരോടും അത്യാവശ്യമായിട്ട് വീട്ടിലേക്ക് എല്ലാം പറഞ്ഞു. മതി, എനിക്കിത് മതി. ഇപ്പൊ കാണിച്ചറാട്ടോ. പിന്നെ അങ്ങോട്ടേക്ക് പോയി. ആനന്ദേ, എഴുന്നേക്ക് വാ, നമുക്ക് വീട്ടിൽ പോവാം. സോറി പാറു, നിന്നെ ടോണി കൊണ്ടുവിടും. ഞങ്ങൾ ചിലപ്പോൾ ഒരു ഔട്ടിങ്ങിന് പോകും. ഒരു ഔട്ടിങ്ങും ഇല്ല. ഞാനല്ലേ വിളിക്കുന്നേ. എഴുന്നേക്ക് വാ. നീ വിളിക്കുന്നെന്ന് പറയാൻ നീ ആരാ? മര്യാദക്കായിരുന്നു നീ നോക്കായിരുന്നു. ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞതല്ലേ. അപ്പൊ നീ സമ്മതിച്ചിരുന്നെങ്കിൽ ഓക്കെ. അപ്പൊ നീ വരില്ല അല്ലേ? ഹാ, ഇല്ല. നമുക്കൊന്ന് ചുമ്മാ പുറത്ത് കറങ്ങാൻ പോയാലോ? സിനിമയൊക്കെ കണ്ടിട്ട് വരാലോ ആനന്ദ്? പിന്നെന്താ ശ്രേയ, ഞാൻ റെഡി. പോയാലോ ആനന്ദ്? റോയ്ച്ച, ആ, ആനന്ദ് പറയാ റോഷൻ വിളിച്ചാ വരില്ല, റോഷനടുത്ത് ഇരിക്കാൻ പറയാൻ. അവൻ ഏതോ പെണ്ണിനൂടെ പുറത്ത് ഔട്ടിങ്ങിനൊക്കെ പോവാൻ. റോയിച്ച, അവള് വെറുതെ പറയാ. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യൂ? ആ, എന്നാ വേഗം വീട്ടിലേക്ക് പോവാ. ദുഷ്ടേ, വഞ്ചകി. മര്യാദക്ക് ഞാൻ വരാൻ പറഞ്ഞല്ലേ. ഇപ്പൊ എന്തായി? നിനക്ക് ഞാൻ തരുന്നുണ്ട്, ഇപ്പഴല്ല പിന്നെ. തരാനിങ്ങ വാ, ഞാൻ നിന്ന് തരാം. മര്യാദക്ക് ഇങ്ങ് വാടാ ഇങ്ങോട്ട്. എനിക്കാണ് ശ്രേയ. കാണൂലേ? തീർച്ചയായും ഞാൻ ഇനിയും വരും. എനിക്കത് കേട്ടാ മതി. മിക്കവാറും ബയോട്ടി വിളിക്കേണ്ടി വരും. മിക്കവാറും അത് വേണ്ടി വരും. ഞാൻ കാത്തിരിക്കും. കാണാം. പോട്ടെ, ബൈ. ബൈ. പാവം കുട്ടി. എന്നെ ഭർത്താവായി കിട്ടാനുള്ള ഭാഗ്യം ആ കുട്ടിക്ക് ഉണ്ടാവണേ. എന്താ അവൾക്ക് അങ്ങനെ തന്നെ വേണം. ഇപ്പൊ ആർക്കും വീട്ടിലൊന്നും പോവാനല്ലേ? എന്നാ നടക്ക്, പോ. എന്റെ ഓടുന്നില്ലല്ലോ. ഈശ്വര, നിന്നോ? കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടാവും, പക്ഷെ സഹിക്കണം, മറക്കണം. സാർ ഇനി നമ്മുടെ ഒപ്പം ഉണ്ടാവില്ല. എന്തു പറ്റി റോയ്ച്ച? ഇനി അങ്ങോട്ട് ഒരുമിച്ച് ജീവിക്കാൻ ഹിഷാമും സാറേയും തീരുമാനിച്ചത്ര. വിധിയുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാലത്ത് കാണാം എന്ന് കത്തെഴുതി വെച്ചിട്ട് അവള് പോയിരിക്കുന്നത്. ഒളിച്ചോടിയോ? എന്ത് പണിയാ അവള് കാണിച്ചേ? മോശമായി പോയി. എന്നാലും നമ്മളോടൊരു വാക്ക് പറയാതെ അവൾ പൊയ്ക്കളഞ്ഞല്ലോ. അതിന് ഒളിച്ചോടുന്ന കാര്യം ഉണ്ടായിരുന്നു റോയ്ച്ച. നമ്മളോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ആ കല്യാണം നടത്തി കൊടുക്കുമായിരുന്നില്ലേ? ഇനി അടുത്ത പ്രശ്നം അവിടെയാ. വീട്ടുകാരെ അറിഞ്ഞിളകി വരുമ്പോ ഒന്ന് ഹാൻഡിൽ ചെയ്യണമെന്ന് ഒരു റിക്വസ്റ്റ് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ റോയ്ച്ചൻ പെട്ടല്ലേ? ഒന്നാമത് അവളുടേത് ഒരു ഓർത്തഡോക്സ് ഫാമിലിയാ. പിന്നെ വേറൊരു സമുദായത്തിലെ ചെക്കൻ്റെ ഒപ്പമാണ് ഒളിച്ചോടിയെന്ന് അവരെങ്ങനെ അറിഞ്ഞ കളി മാറും. അതാ പ്രശ്നം. ഛേ, നന്ദി കേട്ടവള്. ഒന്നാമത് അവൾക്ക് വെളിവില്ല, കൂട്ടത്തിൽ അവളൊരു എടുത്തുചാട്ടവും. ശരിയാ, നന്നായിട്ട് ആൾക്കാരോട് സംസാരിക്കാൻ പോലും അവൾക്കറിയില്ല. അതിനവളെ ഒറ്റക്കല്ലല്ലോ പോയത്, അവരൊരുമിച്ചല്ലേ, അവരൊക്കെ ജീവിക്കട്ടെ. നീ അധികം ഡയലോഗ് ഒന്നും അടിക്കണ്ട. ആരോട് ചോദിച്ചാൽ ജോബ് റിസൈൻ ചെയ്തത്? അത് പിന്നെ അനു അവള് പോയോണ്ടായിരിക്കും അല്ലേ? അപ്പൊ ഡെയിലി നീ ഓഫീസിൽ പോയിക്കൊണ്ടിരുന്ന അവളെ കാണാനായിരിക്കും. ഇനി ബാംഗ്ലൂർക്ക് നീയും പുറപ്പെട്ടു പോവോ?
ഞാനങ്ങനെ സാറ് പോയ പോലെ ബാംഗ്ലൂർക്കൊന്നും പോകത്തില്ല. റോഹിച്ചന്റെ അനുഗ്രഹാശിസുറോടുകൂടി ബാംഗ്ലൂർ. ബാംഗ്ലൂർക്ക് പോയി നീ തെണ്ടി ജീവിക്കോ? മര്യാദയ്ക്ക് നാളെ മുതൽ കോഫി ഷോപ്പിൽ കണ്ടോളണം. നിന്നെ ശരിയാക്കാൻ പറ്റും ഞാനൊന്ന് നോക്കട്ടെ. എല്ലാവരോടും കൂടിയായിട്ട് ഞാൻ പറയാം. പോകേണ്ടവർക്കെല്ലാം പോവാം. നാളെ മുതൽ സാറേ ഉണ്ടാവില്ല, നമ്മൾ ഒറ്റയ്ക്കാ. കോഫി ഷോപ്പിന് ഞാനാ നോക്കിയെടുത്താൻ പോകുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവുന്ന എൻ്റെ പ്രതീക്ഷ. ഞങ്ങളുണ്ടാവും. ഞാനും. മതി, നിങ്ങളുണ്ടായാൽ മതി. ഈ റോയ് നടത്തും കോഫി ഷോപ്പ്, നമ്മുടെ കോഫി ഷോപ്പ്. അല്ല, എല്ലാവരും എന്താ വിഷമിച്ചിരിക്കുന്നത്? സാറ പോയത് ഓർത്തിട്ടാ? അത് വിട്ടേക്ക്, ആ ചാപ്റ്റർ ക്ലോസ്. ഇന്നിപ്പോ നമുക്ക് കഴിക്കാൻ ഫുഡൊന്നുമില്ല. അവള് പോയില്ലേ? നമുക്കിന്ന് പുറത്തുനിന്നാക്കിയല്ലോ ഫുഡ്. എന്താ? ആയിക്കോട്ടെ. എന്നാ എൻ്റെ മക്കളൊന്ന് കൈയടിച്ച് പാസ്സാക്കിയേ. ആന്ന്